യുടെ നിർദ്ദേശപ്രകാരം കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിമാരൊക്കെ വന്ന് ഇവിടെ പഠനം നടത്തി നോക്കുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉയർന്ന മലമ്പ്രദേശത്ത് വെള്ളമുള്ള ഏതെങ്കിലും തടയണകൾ അണക്കെട്ടുകൾ വേണം. അവിടുന്ന് ഇങ്ങോട്ട് പൈപ്പ് സംവിധാനത്തിലോ മറ്റോ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ വെള്ളത്തുള്ളൂ എന്നുള്ളത് മനസ്സിലായി. രാജ്ഞിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു ഭീമമായ സംഖ്യ ചെലവ് വരും അവിടുന്ന് ഇങ്ങോട്ട് വെള്ളെത്തിക്കണമെങ്കിൽ. തോയിഫിലേക്ക് പോകുന്നിടത്ത് ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ആ ഒരു ദൂരത്തിൽ 40 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടുള്ള ദൂരത്തിൽ എന്തുണ്ട്, വലിയ വെള്ളമുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗപ്പെടുത്തി ഇങ്ങോട്ട് വെള്ളെത്തിക്കാൻ പറ്റും. കനാല് നിർമ്മിച്ചാൽ മതി. അവിടുന്ന് വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴുക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇവിടെ വെള്ളെത്തിക്കുക. അതിന് വലിയ ചെലവ് വരും എന്ന് പറഞ്ഞു, വലിയ അസാധ്യമായ ചെലവ് വരും. സുബൈദ രാജ്ഞി പറഞ്ഞു എത്ര എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ ചെലവഴിക്കേണ്ടി വന്നാലും ആ ഒരു പദ്ധതികൾ നടപ്പിൽ വരുത്തണം. അതിന് എത്ര ചെലവ് വന്നാലും ശരി ഞാൻ ചെലവഴിച്ചു തരാം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഏകദേശം 7000 കിലോയിലോളം അധികം സ്വർണം, 7000 കിലോ സ്വർണം ചെലവഴിച്ചിട്ട് അന്നത്തെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അപ്പുറത്തുള്ള ത്വായിഫിലേക്ക് പോകുന്ന ആ ഭാഗത്ത് വലിയ കുന്നും പ്രദേശത്ത് വെള്ളമുണ്ട്. ആ വെള്ളം കനാല, ഇത് കണ്ട നമ്മൾക്ക് ഇങ്ങനെ മതിലായി തോന്നില്ല ഈ ഇരുമ്പിന്റേത്, അത് മതിലല്ല. അതിനുള്ളിലൂടെ എന്താണ് കനാല. ആ കനാല് വന്ന് ചേരുകയാണ് ഇവിടെ. അതിന് മേൽഭാഗത്തിലൂടെ നടക്കാൻ പറ്റും. എന്തിനാ, വെള്ളത്തിലേക്ക് നജസ്സുകളോ മറ്റു ചത്ത് ജീവികളൊന്നും വന്ന് ചാവാതിരിക്കാനും അശുദ്ധിയാവാതിരിക്കാനും വേണ്ടി സ്ലാബ് പോലെ, സ്ലാബല്ല കരിങ്കല്ല് ഭാഗ്യക്കാണ്. അപ്പോ കൃത്യമായ ഒരു സ്ലോപ്പില് അത്രയും ദൂരത്തുനിന്ന് ഒരു കൃത്യമായ അളവിലെ വെള്ളം ഒഴുകുന്നുള്ളൂ. താഴ്ചയുള്ളടത്ത് അത്രയും ഹൈറ്റിലേക്ക് മതിൽ കെട്ടിപ്പൊക്കും. ഉയർച്ചയുള്ള സ്ഥലത്ത് അതിനനുസരിച്ച് ഇത് കുറച്ചു കൊണ്ടുവരും. ഈ രൂപത്തില് 30 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇതുപോലത്തെ കനാല് നിർമ്മിച്ചു സുബൈദ രാജ്ഞി ആ കാലഘട്ടത്തില്. ഇസ്ലാമിലെ ഏറ്റവും നമ്പർ 1 വഖഫായി അറിയപ്പെടുന്നത് മദീനയിലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കിണറ, ബീറു ഉസ്മാൻ എന്ന് പറയുന്നത്. ആ ചരിത്രം മദീനയിൽ നമ്മൾ പറയും, അത് കാണാനും പോകും ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിലെ ഏറ്റവും അമൂല്യമായ 2ാമത്തെ വഖഫായി ചരിത്രത്തിൽ പറയപ്പെടുന്നത് ഐനു സുബൈദ. ഇതിന്റെ പേരെന്താണ്? സുബൈദ കനാൽ. ഐനു സുബൈദ എന്നാണ് ഇതിന്റെ പേര്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും, മതിലുപോലെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സുബൈദ രാജ്ഞിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. നൂറ്റാണ്ടുകളോളം ഇവിടെ വരുന്ന ഹാജിമാർക്ക് വെള്ളം കിട്ടിയിരുന്നത് അന്ന് സുബൈദ രാജ്ഞി നിർമ്മിച്ച ഈ കനാല്. പിന്നീട് ഇപ്പം വികസനങ്ങളൊക്കെ വന്ന് മോട്ടോർ പൈപ്പുകളും പമ്പുകളും സംവിധാനങ്ങളും ആയി. ഇപ്പൊ ഇതിന്റെ ഉപയോഗമല്ല കുറെ കാലമായിട്ട്, ഇപ്പം ക്ലോസ് ആയി. അന്ന് കാലത്ത് ഇവിടെ വലിയ ടാങ്ക് ഉണ്ടായിരുന്നു, ഇതിലേക്ക് വെള്ളം വന്നിങ്ങനെ ചാട് ചെയ്യുക. ഇതിന്റെ എൻഡ് നമുക്ക് ഇപ്പൊ അവിടെ കാണാനും കഴിയും. സുബൈദ കനാൽ അവസാനിക്കുന്ന എൻഡ് ഇതാണ്ടോ, ഇത് ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ടോ, അതിന്റെ അവസാനം അവിടെ കാണാൻ കഴിയും. അപ്പൊ ഇതൊന്നും ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് ജബലുർ റഹ്മ. ജബലുർ റഹ്മ എന്ന് പറയുന്ന ആ ഒരു കുന്നാണ്, ചെറിയൊരു കുന്നാണ്. ഇതിന്റെ താഴ്വാരത്ത് വെച്ചിട്ട്